ഇന്നത്തെ IPL മത്സരത്തിൽ ലക്നൌവും SRHുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ ഹൈദരാബാദ് ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ലക്നൌ ടീം IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. ലക്നൌ ഇന്ന് 205 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ SRH ഈ റൺസ് മറികടന്നു. ഹൈദരാബാദ് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഇന്നത്തെ മാച്ചിൽ ലക്നൌ തോറ്റപ്പോൾ അവരെ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് കയറി വരാൻ സാധിക്കില്ല. ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ്. അവർക്ക് 18 പോയിന്റ് ഉണ്ട്. ഗുജറാത്ത് പ്ലേ ഓഫിലെത്തി. രണ്ടാം സ്ഥാനത്തുള്ളത് RCB ആണ്. അവർക്ക് 17 പോയിന്റ് ഉണ്ട്. RCBയും പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. പഞ്ചാബാണ് മൂന്നാം സ്ഥാനത്ത്. അവർക്കും 17 പോയിന്റ് ഉണ്ട്. ഇതോടുകൂടി പഞ്ചാബും പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. ഇനി ആകെ കൂടി ഒരു സ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനു വേണ്ടി മത്സരിക്കുന്നത് മുംബൈ ഡൽഹിയാണ്. നിലവിൽ മുംബൈ ടീം 14 പോയിന്റോടെ 4ാം സ്ഥാനത്തുണ്ട്. എന്നാൽ ഡൽഹി ടീമിനും പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ബാക്കിയുള്ള കൊൽക്കത്ത, ലക്നൗ, ഹൈദരാബാദ്, രാജസ്ഥാൻ, CSK ഈ ടീമുകളെല്ലാം തന്നെ പുറത്തായിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഡൽഹിയും മുംബൈയും തമ്മിൽ മാച്ച് ഉണ്ട്. ഇതിൽ ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. നിലവിൽ രണ്ട് ടീമിനും 2 മാച്ച് ഉണ്ട്. പക്ഷേ ഡൽഹിക്ക് 13 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത മാച്ചിൽ മുംബൈ ടീമിനെ തോൽപ്പിച്ചാൽ മാത്രമേ ഡൽഹി ടീമിന് ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. നിലവിലെ അവസ്ഥ വെച്ച് മുംബൈ ടീം കയറാനാണ് സാധ്യത. ബാക്കി ഒരു ടീമിനും ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. രാജസ്ഥാൻ, CSK അടക്കം പുറത്തായിരിക്കുകയാണ്. രാജസ്ഥാൻ ഈ IPLൽ മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ അവസാനമാണ് അവർ കൊണ്ടുപോയി കളി കളയാറ്. ഹൈദരാബാദ് ഇപ്പോൾ അവസാന നിമിഷം ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ലക്നൌ ടീമിന്റെ പ്രതീക്ഷയും പോയിരിക്കുകയാണ്. അവരും ഒഫീഷ്യലായിട്ട് പുറത്തായി. അപ്പോൾ പ്ലേ ഓഫിലെത്തുന്ന 4ാമത്തെ ടീം ഏതായിരിക്കും? മുംബൈയോ ഡൽഹിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.